ഇന്ന് നമുക്ക് സദ്യയിലേക്ക് ഏമാൻ അടപ്രഥമൻ റെഡിയാക്കിയാലോ? അതിന് ഞാൻ കുറച്ച് അടയൊക്കെ എടുത്തിട്ടുണ്ട്. ഇവിടെ ഖത്തറിൽ ഇങ്ങനെ കൂടുതലും നീളത്തിലുള്ള അടയെ കിട്ടാറുള്ളൂ. നമ്മുടെ നാട്ടിലെ പോലെ ചെറിയ അട കിട്ടാറില്ല. ഞാനതിങ്ങനെ ഒടിച്ചെടുത്ത് ഉപയോഗിക്കുകയാണ് പതിവ്. ഒരു 200-250 ഗ്രാം ഞാൻ അട എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നല്ല തിളച്ച വെള്ളത്തിലേക്കിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു 10-15 മിനിറ്റിനുള്ളിൽ നമ്മൾ അടയൊക്കെ വെന്ത് വരും. ആ സമയം കൊണ്ട് തന്നെ നമുക്ക് ശർക്കര പാനിയും റെഡിയാക്കിയെടുക്കാം. അടയൊക്കെ ഒന്ന് വെന്ത് വരുമ്പം ആ വെള്ളം ഒന്ന് ഊറ്റിക്കളഞ്ഞിട്ട് ഒരു 2-3 വട്ടം നമ്മൾ നോർമൽ വാട്ടറിലൊന്ന് അട വാഷ് ചെയ്തിട്ട് ഒന്ന് ഊറ്റി മാറ്റി വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം അടയൊക്കെ ഒന്ന് ഒട്ടാതിരിക്കാൻ അത് ബെറ്ററാണെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കുറച്ച് തേങ്ങാക്കൊത്തും കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിയൊക്കെ ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് അടപ്രഥമൻ ഉണ്ടാക്കാൻ തുടങ്ങാം. നമുക്ക് നല്ല അടിക്കട്ടിയുള്ള പാത്രം ഉണ്ടെങ്കിൽ അതെടുത്ത് അതിലേക്ക് നമുക്ക് ശർക്കര പാനി ഒന്ന് അരിച്ചൊഴിക്കുക. എന്നുവെച്ചാൽ ശർക്കരയല്ലേ, കല്ലോ മണ്ണൊക്കെ കാണും, അതുകൊണ്ടൊന്ന് അരിച്ചൊഴിക്കുന്നത് നല്ലതാണ്. അതിലേക്ക് മുമ്പ് വേവിച്ച് വെച്ചിരിക്കുന്ന അടയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഈ ശർക്കര പാനിയൊക്കെ ഒന്ന് കുറുകി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ കുറുകി വരുമ്പോൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഒരു തേങ്ങ എടുത്തിരിക്കുന്നത്, ഒരു തേങ്ങയുടെ 2ാം പാല് ഇതിലേക്ക് ഈ ശർക്കര പാനിയൊക്കെ ഒന്ന് കുറുകി വരുമ്പോൾ 2ാം പാലും ചേർത്ത് നല്ലതുപോലെ ഇളക്കണം. എന്നിട്ട് ഞാൻ ഇതിലോട്ട് കുറച്ച് ചുക്കും ഏലക്കയും കൂടെ പൊടിച്ചത് ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ വീഡിയോ ഇതിൽ മിസ്സായി പോയിട്ടുണ്ട്. ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആവും. അതും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം തേങ്ങയുടെ 1ാം പാലും കൂടി ചേർത്ത് ഇത് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് നമ്മൾ മുമ്പ് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുന്തിരിയും അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കാം. പിന്നെ ഇത് ഒരുപാടൊന്നും കുറുക്കണ്ട, കാരണം ഈ പായസം ഇരിക്കും തോറും ഇത് കുറുകി വരും. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ലൂസാക്കി എടുക്കുന്നതാണ് നല്ലത്. അങ്ങനെ നമ്മൾ അടപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളെ കമൻറ്റൊക്കെ അറിയിക്കണേ.